ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ആലു ബേങ്കനാണ്. അതായത് ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും വെച്ചിട്ടുള്ള ഒരു മസാല റെസിപ്പിയാണ്. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാനത് ഈ ഒരു കട്ടിക്കാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഒരുപാട് കനം കുറച്ച് അരിയേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ 4 ഈ ഒരു വലുപ്പത്തിലുള്ള വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ വഴുതനങ്ങ ഞാൻ ഇതുപോലെ ഈ ഒരു കനത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരുപാട് കനം കുറച്ച് അരിയേണ്ട, പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോവേ. അത് ഞാനിവിടെ വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മസ്റ്റർഡ് ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്, കടുകെണ്ണ. നിങ്ങൾക്ക് ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. ഞാൻ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മസ്റ്റേർഡ് ഓയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. അതിനുശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങില്ലേ, അത് ഇതിന്റെ വെള്ളത്തിൽ നിന്നൊക്കെ മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഫ്രൈ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് അതിന്റെ സൈഡൊക്കെ ഒന്ന് കളർ മാറി മൊരിഞ്ഞു വരുന്ന ഒരു പരുവം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം നമുക്ക്. ഇപ്പൊ കണ്ടില്ല, നമ്മുടെ ഉരുളക്കിഴങ്ങിന്റെ സൈഡിലൊക്കെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ വഴുതനങ്ങ അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ തന്നെ വഴുതനങ്ങയിലെ വെള്ളമൊക്കെ നന്നായിട്ട് മാറ്റിയതിന് ശേഷം ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ വഴുതനങ്ങ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു വെജിറ്റബിൾ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നേരം അങ്ങോട്ട് വേവേണ്ട ആവശ്യമില്ല. കാരണം ഇനിയും നമ്മൾ ഗ്രേവിയിൽ കിടന്നിട്ട് ഇത് വേവാനുണ്ട്. അപ്പോൾ ഒരുപാട് കുഴഞ്ഞു പോകും. അപ്പോൾ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്ന ഒരു പരുവത്തിൽ നമുക്ക് ഇതും കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവി റെഡി ആക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതേ എണ്ണയിലേക്ക് തന്നെ, എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണേ, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാണ്. അതിന്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണിലും കുറവ്, വളരെ കുറച്ച് മാത്രം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 2-3 പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ട് ഒരു ബ്രൗൺ കളറൊക്കെ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പൊ ഇതാ ഉള്ളി നമുക്ക് ആവശ്യത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. അതിന്റെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവം വരെ വേണം കേട്ടോ ഉള്ളി വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളകിന്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ ആണ് അത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒക്കെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇപ്പൊ നമുക്ക് ഇവിടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിന്റെ ഒക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊരു 30 സെക്കൻഡ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഒരു 30 സെക്കൻഡ് മാത്രം ഇളക്കി കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി നന്നായിട്ട് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അരച്ചെടുത്തതാണ്. തക്കാളിയുടെ പേസ്റ്റ് ചേർക്കുന്നതിന് കൂടെ തന്നെ ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ട് ആ തക്കാളിയുടെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വരട്ടെ. അപ്പോൾ പെട്ടെന്ന് നായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അടച്ചു വെക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നു നോക്കിയിട്ട് ഇളക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി മറക്കരുതേ. ഇപ്പം നമ്മൾ തുറന്നു നോക്കുന്ന സമയത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ സൈഡിൽ തെളിഞ്ഞു വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ വഴുതനയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ആ ഉരുളക്കിഴങ്ങിന്റെയും വഴുതനങ്ങയുടെ ഒക്കെ മേലെ മസാല നന്നായിട്ട് കോട്ടാവുന്ന രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ ഉരുളക്കിഴങ്ങും വഴുതനങ്ങയൊക്കെ നമ്മൾ ഒരുപാട് അങ്ങോട്ട് വേവിച്ചിട്ടില്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പൊ അതിന്റെ അകമൊക്കെ ഇനിയും വേവാനുണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പൊ ഞാനിവിടെ ഒരു 1/2 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. അപ്പൊ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. ഈ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചിട്ടെടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഒരു 10 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിന്റെ മേലേക്ക് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ ഒരു മസാല വേണ്ടത്. ഇനി അവസാനം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞ മല്ലിയില കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ആലു ബേങ്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ചോറിന്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് ആണ്. നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അഭിപ്രായം കമന്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.